ഒരു തിരഞ്ഞെടുപ്പ് കോൾ അപാരത. താല്പര്യമുള്ളവർ വായിച്ചാൽ മതി. 11 വർഷം മുമ്പാണ് നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. കെട്ടിയോന്റെ നാട്ടിൽ വോട്ടർ പട്ടികയിൽ അവർ ചേർത്തത് കൊണ്ട് എനിക്ക് അവിടെ വോട്ടുണ്ട്. ആ സമയത്ത് ശ്വാസമുട്ടലുള്ള കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലുകൾ മുഴുവൻ കയറി ഇറങ്ങുന്ന സമയമായിരുന്നു. ശ്വാസമുട്ടുള്ള കുഞ്ഞിനെയും കൊണ്ട് തിരഞ്ഞെടുപ്പുകാരുടെ തിരക്കിൽ ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ ദേഷ്യവും സങ്കടവും കണ്ണുനീരും ഒരുമിച്ച് പെയ്യാൻ വെമ്പി നിൽക്കുന്ന സമയം ഒരു കോള് വരുന്നു. എൻ്റെ ഭാര്യയല്ലേ, വോട്ട് ചെയ്യാൻ വരുന്നില്ലേ എന്ന്. നിങ്ങൾ ഏതാ പാർട്ടി? LDF എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു വന്ന വീട്ടിൽ എന്നെ പട്ടിണി കിടുന്നുണ്ടെന്നും കുഞ്ഞിനെയും എന്നെയും ദ്രോഹിക്കുന്നെന്നും ഇളയ പെങ്ങളും ഭർത്താവിന്റെ വാപ്പയും ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചെന്നും നിങ്ങളുടെ പാർട്ടിക്കാരെ അറിയിച്ചിരുന്നില്ലേ? നിങ്ങളൊന്ന് വന്ന് അന്വേഷിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? എന്നിട്ട് വോട്ട് മാത്രം ചോദിക്കാൻ നാണമില്ലേ? മേലാ വിളിക്കരുത് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ഫോൺ വെച്ചു. അടുത്ത കോൾ വരുന്നു. വോട്ട് ചെയ്യാൻ വരുന്നില്ലേ? ഇവിടെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഏതാ പാർട്ടി? ഞങ്ങൾ ലീഗാണ്. ഒരാട്ടായിരുന്നു എന്റെ മറുപടി. കുറച്ച് നാണവും മാനവും ഉണ്ടോടാ എന്നെ വിളിച്ച് വോട്ട് ചോദിക്കാൻ? ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇത്ര അനുഭവിച്ചത് മുഴുവൻ നിങ്ങൾ പാർട്ടിക്കാരെ അറിയിച്ചിരുന്നില്ലേ? സ്ത്രീധനത്തിന്റെ കുറവും പറഞ്ഞ് ഒരു രാത്രി മുഴുവൻ ഭർത്താവിൽ നിന്ന് ഉപദ്രവിക്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ദേഹമാസകലം ചോരയുമായി ഞാൻ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനും പഞ്ചായത്ത് കൺവീനറുമായ ആളുടെ വീട്ടിലേക്ക് എത്തി. തലേന്ന് പള്ളി കമ്മിറ്റിയിൽ വരെ ഹോൾഡുള്ള അയാൾ പണം എണ്ണി വാങ്ങി മിണ്ടാതെ എന്റെ അവസ്ഥ പോലും നോക്കാതെ നിന്നത് ഞാൻ മറക്കണോ? എന്നിട്ട് വോട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണോ ഇല്ലാത്തവന്മാർ. ലവന്മാർ ഷോക്കായി പഴമിഴുങ്ങി നിൽക്കുന്നു. നാട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നു കൂടുതൽ സ്ത്രീധനം കിട്ടാൻ വേണ്ടി ഉപദ്രവിച്ചത് നിങ്ങളുടെ അറിവോടെയല്ല, സമ്മതിക്കാം. എന്നാൽ ഉപദ്രവിക്കപ്പെട്ടെന്ന് അറിയിച്ചിട്ടും ക്യാഷ് വാങ്ങി നിങ്ങൾ കൂട്ടുനിന്നു. എന്തു പ്രവർത്തനമാണ് നിങ്ങൾ നാട്ടിൽ നടത്തുന്നത്? സ്ത്രീകൾക്ക് എന്തു സുരക്ഷിതത്വമാണ് നിങ്ങൾ കൊടുക്കുന്നത്? മേലാൽ വോട്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഫോൺ വെക്കുന്ന മുമ്പ് അവന്മാരുടെ പിറുപിറുക്കൽ ഞാൻ കേട്ടിരുന്നു. ഇവളുടെ വായിലെ നാക്കെന്ന്, ഓളെ മൊയ്യലാണെന്ന്, എന്നാലും അവള് പഠിക്കുള്ളൂ എന്ന്. നമ്മുടെ നാട്ടിൻപുറത്തൊരു കാര്യമുണ്ട്. പൊതുവെ വീടുകളിൽ വലിയ പ്രശ്നം ഉണ്ടായ പാർട്ടിക്കാരാണ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കി വിടുന്നത്. മുസ്ലിം വീടുകളാണെങ്കിൽ അതിൽ പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും. പള്ളി കമ്മിറ്റിയിലുള്ളവർ തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകരും. അതുകൊണ്ട് ആദ്യം ഇടപെടുന്നത് ഇവരാണ്. അതിൽ ഒതുങ്ങാത്തത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകും. ഭർത്തുവിന്റെ ജ്യേഷ്ഠൻ LDF ആയതുകൊണ്ട് അവരയാൾ സെറ്റാക്കി. ഭർത്ത വീട്ടുകാർ ലീഗ് കൂട്ടിപ്പിടിച്ച് അവരെയും സെറ്റാക്കി. അവർ തന്നെയാണല്ലോ പള്ളി കമ്മിറ്റിയിലുള്ളത്. എന്റെ ഫാമിലി അതിലും വലിയ കോമഡിയാണ്. ലഹരി അടിച്ചാലും തല്ലിയാലും ചിലപ്പോൾ ഒന്ന് കൊന്നാലും ഭർത്താവിന്റെ വീട്ടിലാണ് പെൺകുട്ടികളുടെ സ്വർഗം എന്ന്. ഇതാണ് സ്വർഗമെങ്കിൽ എനിക്ക് നരകം മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. 1 രൂപ നഷ്ടപരിഹാരം പോലും വേണ്ട, എന്റെ കുഞ്ഞിന്റെ ജീവൻ മതിയെന്ന് പറഞ്ഞു ഞാൻ കോടതി മുഖേന പിരിഞ്ഞു. അതുകൊണ്ട് ഞാനും കുഞ്ഞും ഇന്ന് സേഫാണ്. ലീഗുകാരുടെ ശാപം ഏറ്റുട്ടോ. ഓളം മൊയ്യലാണെന്ന് പറഞ്ഞില്ലേ? മൊഴി ഇങ്ങോട്ട് ചൊല്ലിയില്ലേലും അങ്ങോട്ട് ചൊല്ലി ഒഴിവാക്കി. എന്നാലേ ഓള് പഠിക്കുമെന്ന്. പഠിച്ചു. അത്യാവശ്യ വിദ്യാഭ്യാസം നേടി. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ താങ്ക്സ്. അന്ന് കോൺഗ്രസ് വേറെ ആയിരുന്നോ ലീഗിനൊപ്പമായിരുന്നോ സ്ഥാനാർത്ഥി വേറെ ആയിരുന്നോ എന്ന് ഓർമ്മയില്ല. BJPക്കാർ പൊതുവെ ആ നാട്ടിൽ വാണിട്ടുമില്ല. അവർ പറയും, നമുക്കെന്തിനാ ഇതൊക്കെ, നമുക്ക് കേന്ദ്രം ഉണ്ടല്ലോ എന്ന്. അന്ന് മേലാസകലം ചോരയുമായി ഞാൻ കയറി ചെന്ന വീട്ടിലെ അയാൾ എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ കാശ് വാങ്ങി ദ്രോഹിക്കാൻ കൂട്ടുനിന്നു കാണും. എത്ര ശാപം ഉണ്ടാകും ഇതിനൊക്കെ. അയാളുടെ മകൻ നബിദിനത്തിൽ തോരണം തൂക്കുമ്പോൾ ഷോക്കേറ്റ് മരിച്ചു. അതിലെനിക്ക് സങ്കടമുണ്ട്. അയാൾ പാർട്ടിയിലും പള്ളി കമ്മിറ്റിയിലും വന്ന് ചെയ്യുന്ന ചെറ്റത്തരത്തിന് മക്കളല്ലല്ലോ ഉത്തരവാദികൾ. ഓരോ പെൺകുട്ടികളുടെയും കണ്ണീരിനൊപ്പം അതിൽ അവരുടെ മക്കളുടെ ജീവിതം പോകുന്നെന്ന് അയാൾ ചിന്തിച്ചില്ലല്ലോ. പള്ളി കമ്മിറ്റിയിലുണ്ടെന്നോ 5 നേരം നിസ്കരിച്ചെന്നോ കരുതി പടച്ചോൻ കൂടെ നിൽക്കില്ല. പടച്ചോൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. എല്ലാ നാട്ടിലും പാർട്ടിക്കാരിങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ അനുഭവം ഞാനിവിടെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ന് നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. സ്ത്രീകളുടെ ഉന്നമനത്തിനല്ലാതെയോ ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടാത്ത ഒരു പാർട്ടിയോടോ എനിക്ക് താല്പര്യമില്ല. അത് ഇന്ന പാർട്ടി എന്നൊന്നില്ല. അപ്പൊ പാർട്ടി നോക്കി പൊങ്കാലയ്ക്ക് വരുന്നവർ വരിയായി വന്നോളൂ. സുസ്വാഗതം. ദീദിയാമി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്.